കൽബാണ് മലബാർ മലബാർ കനവാണ് കുളിരാണ് മലബാർ That's it, bro. ഈ വീഡിയോയിൽ കണ്ട ഡാപ്സി എന്ന റാപ്പറെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഭയങ്കര ഫാനായിട്ടുള്ള കുറേ പേരും ഉണ്ടായിരിക്കാം. ഈ ഒരു ആദ്യമേ നിങ്ങളിപ്പം കണ്ട ക്ലിപ്പ് എന്ന് പറയുന്നത് ഇദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് പങ്കെടുത്ത ഒരു പരിപാടിയിലെ ക്ലിപ്പാണ് കണ്ടത്. ഈ ഒരു ക്ലിപ്പിൽ ഇതേ കണക്ക് കാണിച്ചു വെച്ചേക്കുന്നത് കണ്ടിട്ട് കുറേ ആൾക്കാർ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇദ്ദേഹം കാണിക്കുന്നതെന്നൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. പാട്ടൊക്കെ പാടാൻ പോയ സ്ഥലത്തുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് പാട്ടൊക്കെ പാടുന്നുണ്ട്. ബട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്താണെന്നുള്ള സംഭവം ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ഒരു അന്ന് പോയി പെർഫോം ചെയ്ത സ്ഥലത്തുണ്ടെങ്കിൽ ഇങ്ങനെ പെർഫോം ചെയ്ത സമയത്തുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ തന്നെ ഓർഡറാന്ന് പറയുന്ന കാര്യമൊക്കെ ആ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എന്താണ് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത്താണ് മലബാർ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും തിരിയാത്ത സാധനമാണ്. ഒരു സൈഡിലും കെടുക്കാൻ കഴിയില്ല. Allah India Ummi Ma Malabar. ഇതിൽ പുള്ളിക്കാരൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. എന്തൊക്കെയോ പറയുന്നുണ്ട്. മലബാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് ഇദ്ദേഹം പാട്ട് പാടിയില്ല എന്നുള്ള എല്ലാ ആവശ്യവും നല്ലോണമൊക്കെ പാട്ട് പാടുന്നുണ്ട്. ബട്ട് അതിൻ്റെ ഇടയിൽ ഇതേ കണക്ക് ഓരോരോ വർത്തമാനങ്ങൾ എന്താണ് പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതുപോലെ തന്നെ പുതിയതായിട്ട് ബേബി ജീൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി എല്ലാവർക്കും അറിയാനായിരിക്കും. ഡാപ്സിയെ പോലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടൊക്കെ ഉള്ള ആളാണ്. കുറേ പേര് അദ്ദേഹത്തിൻ്റെ പാട്ട് റാപ്പൊക്കെ കേൾക്കുന്നതായിരിക്കും. ഭയങ്കര ഫാൻസ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഈ ഇടയ്ക്ക് ഒരു പരിപാടിക്ക് അദ്ദേഹം ഇതേണക്ക് പങ്കെടുക്കാൻ പോയിരുന്നു. ആ പോയ സമയത്തുണ്ടെങ്കിൽ അവിടെ വെച്ചുണ്ടെങ്കിൽ അദ്ദേഹം 6 ലക്ഷത്തോളം രൂപയാണ് എന്ത് ചെയ്യുന്ന ഒരു പരിപാടിക്ക് വാങ്ങിച്ചത്. പക്ഷേ അവിടെ വന്നിട്ട് ഒരു പാട്ട് പോലും പാടിയില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ സംഘാടകർ അദ്ദേഹം വന്ന വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് നീ പാട്ട് പാടിയിട്ട് പോയാൽ മതി എന്നാണ് അങ്ങനെ ഒരു കാര്യം കൂടെ അതിൽ പറഞ്ഞു. ഇത് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തുണ്ടെങ്കിൽ ബെഡായ് ബംഗ്ലാവിൽ ഉള്ള ആര്യ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അവരുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് വെച്ചിരുന്നു. അതിനകത്ത് കാര്യം ഇപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ ആ പൈസ കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് പെർഫോം ചെയ്യിപ്പിക്കാനൊക്കെ. റിയലായിട്ട് ഭയങ്കര ഓണസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നു ആർട്ടിസ്റ്റായിട്ടുള്ള ആൾക്കാർ പെർഫോം ചെയ്യാനൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നവർക്കൊക്കെ ആരും ഒന്നും പണി കൊടുക്കാനോ ഒന്നും തന്നെ ജോലിയൊന്നും കൊടുക്കാനൊന്നുമില്ല. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുള്ളവർക്കൊക്കെ ജസ്റ്റ് പാടി എന്തെങ്കിലും പാടാൻ പോലും പറ്റാതെ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നും പെർഫോം പോലും ചെയ്യാൻ പറ്റാതെ പോകുന്നവർക്കൊക്കെ കാശ് കൊടുക്കാനൊക്കെ ആൾ ഉണ്ടെന്ന് പറഞ്ഞ ആര്യ ബെഡായ് ബംഗ്ലാവിൽ ആര്യ ഇങ്ങനെ പറഞ്ഞിരുന്നു. സോ ഈ ഒരു വിഷയങ്ങളൊക്കെ കാണുമ്പോഴത്തേനാണ് ഇതിൽ നിന്ന് ഡാപ്സിയ പാടിയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ കണക്ക് വർത്തമാനങ്ങളും പറയുന്നത്. ബട്ട് ബേബി ജീൻ്റെ കാര്യം എടുത്താൽ പോലെ ഇതേ കണക്ക് നമ്മൾ ഇത്രയും പെർഫോം ചെയ്യുന്നതിന് ക്യാഷ് തരുമ്പോഴത്തേന് അറ്റ്ലീസ്റ്റ് ഒരു പാട്ടെങ്കിലും പാടണമായിരുന്നു. അതൊന്നും ചെയ്യാൻ വന്നു. എന്നിട്ട് ഒരു പാട്ട് പോലും പാടാതെ ഉണ്ടെങ്കിൽ തിരിച്ചങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ സംഘാടകർ മൊത്തം പുള്ളിക്കാരൻ തടഞ്ഞു നിർത്തിയിട്ട് നീ പാടിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ ഒക്കെ ഫുള്ള് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേനും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മാന്യമായിട്ട് ചെയ്യാൻ നോക്കുക. അതെപ്പോഴും അങ്ങനെ തന്നെ. എന്ത് ഉയരങ്ങൾ കീഴടക്കിയാലും മാന്യമായിട്ട് മാന്യമായിട്ട് പെരുമാറാൻ നിങ്ങളുടെ ജോലികൾ ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.